ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് ചാമ്പയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സീഡ്ലെസ് ചാമ്പയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അതിൻ്റെ നടുവൊക്കെ ഒന്ന് മുറിച്ച് ഉള്ളിൽ പൂവൊക്കെ ഉണ്ടാവുമല്ലോ നടുവിൽ, അതൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചാമ്പയ്ക്ക നടു പൊളിച്ചിട്ട് അതിൽ പൂവൊക്കെ ഉള്ളത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതൊന്ന് വെള്ളം ഒന്ന് തോർത്തിയെടുക്കാം കേട്ടോ. വല്ല തുണി വെച്ചൊന്ന് തുടച്ചൊന്ന് തോർത്തിയെടുക്കാം. ഇപ്പോൾ ചാമ്പയ്ക്കൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചാമ്പയ്ക്ക മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പൊടിയുപ്പ് വേണമെന്നുണ്ടെങ്കിൽ പൊടിയുപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കല്ലുപ്പ് ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കുറച്ച് മുന്തി നിൽക്കണ രീതിയിൽ ഉപ്പും വിനീഗറും ഒക്കെ വേണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് പുളി കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളിയും ഉപ്പും കറക്റ്റാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇത് ബോട്ടിലേക്ക് ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചില്ലിൻ്റെ ബോട്ടിലെടുക്കാം. ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കുക. അതിലേക്ക് നമ്മൾ ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലാസ് ബോട്ടിലിൽ നമ്മൾ ചാമ്പയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് കീറിയിട്ട് ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചാമ്പയ്ക്കയുടെ നഖമൊക്കെ നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മൂടി വെച്ച് നമ്മുടെ ഇപ്പോൾ ചാമ്പയ്ക്ക ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എരിവ് വേണം കേട്ടോ അതിൽ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തോളൂ. പിറ്റേ ദിവസം തൊട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചാമ്പയ്ക്ക ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.